ഇന്നലെ ചാമ്പ്യൻസ് ലീഗ് റിയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫിക 50ാമത്തെ മിനിറ്റ് വിനീഷ്യസിന്റെ ഗോളോടുകൂടി റിയൽ മാഡ്രിഡ് 1-0 ബെൻഫികനെ തോൽപ്പിച്ചു. പക്ഷേ ഇന്നലെ സ്കോർ ബോർഡ് ആയിരുന്നില്ല ഹൈലൈറ്റ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് പിച്ചിൽ സംഭവിച്ചത്. ഒരുപാട് ഡ്രാമ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. ദിസ് ഈസ് ദിലീപ് ഫ്യൂൽ ബൈ ഫുട്ബോൾ. ഗെയിം ബെൻഫിക്കയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു. 50ാമത്തെ മിനിറ്റ് വിനീഷ്യസ് ഗോൾ അടിച്ച് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ബെൻഫിക ഫാൻസ് ബോട്ടിൽസ് എല്ലാം എടുത്ത് വിനീഷ്യസിനെയും പ്ലേയേഴ്സിനെയും മേലെ എറിയുന്നുണ്ടായിരുന്നു. Disrespect shown to the Benfica fans and their flag. അത് കഴിഞ്ഞതും വിനീഷ്യസിന് ഒരു മഞ്ഞക്കാട് കിട്ടി ആ സെലിബ്രേഷന്. കുറച്ചു കഴിഞ്ഞ് ഒരു സീരിയസ് റിയാക്ഷനോടെ വിനീഷ്യസ് റെഫറിനെ അപ്രോച്ച് ചെയ്തു. ഒരു ഫൗളിന് വേണ്ടിയിട്ടായിരുന്നില്ല. ബെൻഫിക്കയുടെ ക്രിസ്ത്യാനി എന്നൊരു പ്ലെയർ വായ മറച്ചു പിടിച്ച് വിനീഷ്യസിനെ മങ്കി എന്ന് വിളിച്ചു എന്നായിരുന്നു ആരോപണം. Cristiani still has a lot to say. ഈ ആരോപണത്തോടു കൂടി കളി 10-11 മിനിറ്റ് സസ്പെൻഡായി. ആ സ്റ്റേഡിയം ഫുൾ ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. വിനി ജൂനിയർ മൊറീഞ്ഞോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു ഹി വാസ് റേഷ്യലി അബ്യൂസ്ഡ്. മൊറീഞ്ഞോന്റെ റിപ്ലൈ ഇങ്ങനെയായിരുന്നു, ദാറ്റ് വാസ് എ വണ്ടർ ഗോൾ. നിനക്കൊരു നോർമൽ പ്ലെയർ ഹാപ്പി ആയിരിക്കുന്നത് പോലെ സെലിബ്രേറ്റ് ചെയ്തൂടെ? എന്തുകൊണ്ടാണ് ആ സെലിബ്രേഷൻ ചെയ്തത്? ലെജൻസ് ആയ പെലെ, സ്റ്റെഫാനോ ചെയ്യുന്ന സെലിബ്രേഷൻ പോലെയുള്ള സെലിബ്രേഷൻ ചെയ്യാമായിരുന്നു. 85ാമത്തെ മിനിറ്റ് ഒരു ഫൗളിനെ ചൊല്ലി ജോസെ മൊറീഞ്ഞോയ്ക്ക് ഒരു മഞ്ഞക്കാട് കിട്ടി. അടുത്ത സെക്കൻഡിന് വീണ്ടും ഒരു മഞ്ഞക്കാട്. നെക്സ്റ്റ് ഗെയിമിൽ സസ്പെൻഡ്. ബെർണബ്യൂവിൽ ജോസെ മൊറീഞ്ഞോ ഉണ്ടാവില്ല. ഇതിനിടയിൽ ഒരു റൈവൽറി കൂടി, അർജന്റീന വേഴ്സസ് ബ്രസീൽ. ഒറ്റമിണ്ടി അവന് കിട്ടിയ ട്രോഫി ക്യാബിനറ്റിന്റെ ടാറ്റു വിനി ജൂനിയറിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പിച്ചിലെ ഡ്രാമയെല്ലാം കഴിഞ്ഞ് പ്രസ് മീറ്റിൽ എംബാപ്പെ റേസിസത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെ: ക്രിസ്ത്യാനി ഉറപ്പായും വിനിയെ മങ്കിയെന്ന് വിളിച്ചിരുന്നു, അതും 5 തവണ. നെക്സ്റ്റ് ചാമ്പ്യൻസ് ലീഗ് മാച്ചിൽ ക്രിസ്ത്യാനി ഉണ്ടാവാൻ പാടില്ല. അവനെ ബാൻ ചെയ്യണം. അവനെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. അത് വളർന്നു വരുന്ന ഫ്യൂച്ചർ ജനറേഷൻ ഒരു എക്സാമ്പിൾ ആയിരിക്കും. റേസിസം ഈസ് നോട്ട് അലൗഡ് ഇൻ ദിസ് ഗെയിം. ഞങ്ങൾ എല്ലാവരും വിനിക്കൊപ്പം തന്നെ ഉണ്ടാവും. റിയൽ മാഡ്രിഡിന്റെ കോച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. പോയി ക്രിസ്ത്യാനിയോട് ചോദിക്കുക അവൻ എന്താ പറഞ്ഞതെന്ന്. ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വാൽവേർഡെ പറഞ്ഞത് ഷർട്ട് കൊണ്ട് മുഖം മറച്ച് പറയാൻ ഉദ്ദേശിച്ചെങ്കിൽ അത് ഉറപ്പായിട്ട് ഒരു അഗ്ലി ആയിട്ടുള്ള കാര്യമായിരിക്കും. മൊറീഞ്ഞോ പ്രസ് കോൺഫറൻസിൽ ഇതിനെപ്പറ്റി പറഞ്ഞത്, എന്തുകൊണ്ടാണ് വിനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരിക്കലും ബെൻഫിക്ക ഒരു റേസിസ്റ്റ് ടീമും അല്ല. ഒരുപാട് ബ്ലാക്ക് പ്ലേയേഴ്സ് കളിച്ചൊരു ടീമാണ് ബെൻഫിക്ക. ക്രിസ്ത്യാനി പറയുന്നത് ഒരു കാര്യം, വിനീഷ്യസ് പറയുന്നത് മറ്റൊരു കാര്യം. ഇതിൽ ഏതാ ശരിയെന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെല്ലാം പറ്റി വിനി ജൂനിയർ പറയുന്നത് ഇങ്ങനെയാണ്: റേസിസ്റ്റ് ആർ കവേർഡ്സ്. ഇത് എന്റെ ജീവിതത്തിൽ പുതിയ കാര്യമൊന്നുമല്ല. ഒരുപാട് തവണ ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ആ സെലിബ്രേഷൻ എന്തിനാ യെല്ലോ കാർഡ് കിട്ടിയെന്ന് എനിക്കറിയില്ല. പ്രോട്ടോകോൾ ശരിയായിരുന്നില്ല എന്ന് കൂടി വിനി ജൂനിയർ കൂട്ടിച്ചേർത്തു. ഇതെല്ലാം ഡിനേ ചെയ്തുകൊണ്ടായിരുന്നു ക്രിസ്ത്യാനിയുടെ സ്റ്റേറ്റ്മെന്റ്. ഞാനൊരു റേസിസ്റ്റ് അല്ല, അവിടെ നടന്ന ഒരു പ്യുവർ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. റിയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് കിട്ടിയ ത്രെഡ്സ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്നും കൂടി കൂട്ടിച്ചേർത്തു. ഈ പറഞ്ഞ ആരോപണങ്ങളിൽ എത്രത്തോളം ശരിയുണ്ട്, അതോ ക്രിസ്ത്യാനി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സത്യമായിരിക്കുമോ? ആ ഒരു ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ ക്രിസ്ത്യാനി ആ റേസിസ്റ്റ് കമന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുക്കണം. സേ നോ ടു റേസിസം, ദാറ്റ് ഡസന്റ് ബിലോങ്സ് ടു ഫുട്ബോൾ. ഇതിനിടയിൽ വിനി ജൂനിയറിന്റെ ഒരു ക്രിപ്റ്റിക് പോസ്റ്റ്: ബെർണബ്യൂ, സീ യു ദേർ.